ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കോക്കിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിൽ എത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്തുള്ള സ്ട്രീറ്റാണ്. അത്യാവശ്യം ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ നല്ലൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കിട്ടും എന്ന് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. തായ്ലൻഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫുഡ് ഐറ്റംസ് ആണല്ലോ. ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഒത്തിരി ഫുഡ് ഐറ്റംസ് വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ തോന്നുമെങ്കിലും ശരിക്കും നമുക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസി തോന്നുന്ന ഒരു സ്മെല്ലാണ് മൊത്തത്തിൽ അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. എന്നാൽ നമുക്ക് അറിയുന്ന കുറേ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാണ് പഴം പുഴുങ്ങിയത് കേട്ടോ. നമ്മുടെ ചെറുപഴം ഉണ്ടല്ലോ, അത് നല്ല സ്റ്റീം ചെയ്ത് അതുപോലെ തന്നെ ഫ്രൈ ആയിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്നത് പാൻ കേക്കാണ്. അതിൽ ചിക്കൻ അതുപോലെ തന്നെ ഈ പോർക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ അവിടേക്കൊന്നും കയറിയില്ല, തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ കയറിയത്. ഈ ഒരു ഷോപ്പിൽ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രിങ്ക്സ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് ഐറ്റംസ് ആണെങ്കിലും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ നമുക്ക് കുറച്ച് കംഫർട്ട് ആവുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് പരീക്ഷിച്ചത് കേട്ടോ. കാരണം നമുക്ക് തലേ ദിവസം കുറച്ച് സ്റ്റൊമക്ക് പെയിനും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തന്നെ നമ്മൾ പരീക്ഷണത്തിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറ്റുന്ന ഫുഡ് ഐറ്റംസ് മാത്രമേ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോൾഡ് ഡ്രിങ്ക്സ് ആണെങ്കിലും കോൾഡ് കോഫി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ അതെല്ലാം വെച്ച് നമ്മൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ ചെന്നതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഉച്ചയൊക്കെ ആവുന്ന സമയത്തോട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇന്നലത്തെ ആ ഒരു ക്ഷീണം ഫേസിലും കണ്ണിലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണൊക്കെ ഇരുട്ടിൽ പോയൊരവസ്ഥയായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ, ആ ക്ഷീണമൊക്കെ അങ്ങനെ മാറിക്കോളൂ എന്ന് വിചാരിച്ച് നമ്മളൊരു മെട്രോ പിടിച്ചിട്ട് ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ദ ഓഷ്യൻ വേൾഡ് ആണ് കേട്ടോ. സീ ലൈഫ് ബാങ്കോക്കാണ്. അത് വരുന്നത് നമ്മുടെ ഈ ഒരു മെട്രോയുടെ തൊട്ടടുത്തുള്ള മോളിലാണ് കേട്ടോ. നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ആ ഒരു മുകളിലേക്കാണെങ്കിലും എൻ്റെ കണ്ണ് പോയിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്തുള്ള ഈ ഒരു കുഞ്ഞ് സ്ട്രീറ്റ് ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് അത്യാവശ്യം ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് കാണുമ്പോൾ കുറച്ച് ഇഷ്ടം തോന്നുന്ന കുറേ ഡ്രസ്സസ് ഇങ്ങനെ ദൂരെ നിന്ന് തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ അവിടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുന്ന ആ ഒരു സമയം കൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പോയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ വരുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മോള് വരുന്നത് കേട്ടോ. സ്ട്രീറ്റ് ഷോപ്പുകളാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സസ് ആണെങ്കിലും എന്ത് മെറ്റീരിയൽസ് ആണെങ്കിലും ഇതുപോലത്തെ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ സ്ട്രീറ്റിൽ എടുക്കുന്ന സാധനങ്ങളാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയാണ്. അതിനനുസരിച്ച് അതിന് റേറ്റും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി റേറ്റൊന്നും പറയാനില്ല, പക്ഷേ എന്നാൽ പോലും നമ്മളൊരു സ്ട്രീറ്റ് ഷോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതിനും കാട്ടിയും ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു റേറ്റിലും അതിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു റിങ്സിനൊക്കെ വരുന്നത് 250 ബാത്താണ്. ആൻഡ് ഈ ഡ്രസ്സസിനൊക്കെ വരുന്നതും ആ ഒരു ഈക്വൽ എമൗണ്ട് ഒക്കെയാണ് കേട്ടോ വരുന്നത്. എന്നാൽ അതിനുള്ള ക്വാളിറ്റിയും അതിനുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ബ്രാൻഡഡ് ഷോപ്പുകളിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതുപോലെയാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റ് ഷോപ്പിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സ്കേർട്ടുകളാണെങ്കിലും ഇതുപോലത്തെ ടോപ്പുകളാണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നമുക്ക് ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴും അത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. നമ്മളിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സ്ട്രീറ്റ് ഷോപ്പ് ആണെങ്കിൽ പോലും എന്തൊരു ക്വാളിറ്റിയാണ് ഈ മെറ്റീരിയൽസിന് എന്ന്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഈ ഒരു മൊത്തം ഒരു ഷോപ്പ് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഡ്രസ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അത് എന്തായാലും നമ്മൾ വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 240 ആണ് കേട്ടോ. പക്ഷേ അതൊട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോകുന്നത് ദ ഓഷ്യൻ വേൾഡ് സീ ലൈഫ് ബാങ്കോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തി. ടിക്കറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് അഡൾട്ട്സിന് 1450 1500 ഉള്ളിലാണ് കേട്ടോ വരുന്നത്. സോ കുട്ടികൾക്കാകുമ്പോൾ ഒരു 100 ബാത്ത് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തു, നമ്മൾ എല്ലാവരും കൂടെ ഈ ഒരു എമൗണ്ട് കൊടുത്ത് കയറി കഴിഞ്ഞാൽ അത് വേർത്താവോ, എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നും അറിയില്ലല്ലോ. സോ പിന്നെ നമ്മൾ തിങ്ക് ചെയ്തു എന്തായാലും കുട്ടികൾ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യും. സോ അവർക്കിത് മിസ് ചെയ്യേണ്ട, അവരെ നമുക്കിത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളും അച്ഛന്മാരും കൂടിയിട്ടാണ് ഈ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക എന്നാൽ എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ അവർ എടുത്തതാണ് കേട്ടോ.
പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യുന്നത് സഫാരി വേൾഡ് ആണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് കയറി കഴിഞ്ഞാൽ ഈവനിങ് ഫുൾ അവിടെ നമുക്ക് നടന്ന് കാണാനുള്ള അത്രയുണ്ട്. സോ ഇന്ന് നമ്മൾ അത്യാവശ്യം റെസ്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് നാളെ ആക്റ്റീവായിട്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം ചിന്തിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തേക്കാം, ഇവർ പോയി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ മാത്രം വിടുകയാണ് കേട്ടോ ചെയ്തത്. സോ ഇപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇത്രയും ഒരു വീഡിയോസൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷസൊക്കെ കാണാൻ എന്ത് ഭംഗിയാലേ, അതിൻ്റെ ടെയിൽസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ഇത് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാശിയാണെങ്കിൽ അവന് ഫിഷസ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓടി നടന്ന് കാണുമായിരുന്നു ആൾ കേട്ടോ. പക്ഷേ നമുക്ക് പോയി കഴിഞ്ഞാൽ അത്ര ഒരു വലിയൊരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് പോരുക അത്രേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ കുട്ടികളിത് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യമാണ് നമുക്ക് ഫിഷസിനെ ടച്ച് ചെയ്യാന്നുള്ളത് കേട്ടോ. ഇത് ലൈവ് ഫിഷസ് അല്ല, എന്നാലും ഒറിജിനൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. 1 hour കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷസ് ആണെങ്കിലും മറ്റ് അനിമൽസിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ശരിക്കും നമുക്കൊരു മറൈൻ വേൾഡ് അല്ലെങ്കിൽ ഒരു അക്വ വേൾഡൊക്കെ കാണുന്ന ഒരു ഫീൽ തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ളതിലും കാട്ടിയും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എന്തായാലും കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എമൗണ്ടിന് എത്രത്തോളം വേർത്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു 50-50 ചാൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അഡൾട്ട്സിന് കേട്ടോ. കുട്ടികൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഷോപ്പ് നമ്മുടെ കണ്ണിൽ പെട്ടേ കേട്ടോ. ചുമ്മാ ഇരിക്കില്ലേ, നമുക്ക് എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലത്തെ കുറേ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ബ്രേസ്ലെറ്റിന് തന്നെ 290 ബാത്താണ് വരുന്നത്. തായ്ലൻഡിൽ വരുന്നത് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ നോക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് കേട്ടോ. അങ്ങനെ നമ്മളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു മാംഗോ സോപ്പ് കേട്ടോ. ഈ കാണുന്നതെല്ലാം സോപ്പുകളാണ് കേട്ടോ, ബനാന സോപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് സോപ്പുകളുണ്ട് കേട്ടോ. എന്താണ് ഈ ഒരു മാംഗോ സോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്രയും നാച്ചുറൽ ആണെന്നാണ് അവർ പറയുന്നത്. സോ അതെന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പെട്ടിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഇതുപോലത്തെ ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും കണ്ടാസ്വദിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എവിടെ ഷോപ്പ് കണ്ടാലും ജസ്റ്റ് ഒന്ന് കയറി എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നോക്കുന്നത് നമ്മുടെ ഒരു ശീലം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് തായ്ലൻഡിലെ മോസ്റ്റ് 10 വിസിറ്റഡ് പ്ലേസസ് അടിച്ചു കൊടുത്താൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, ചൈന മാർക്കറ്റ്. ആൻഡ് ഇത് നമ്മൾ പോകുന്നത് അവിടുത്തെ ഒരു സ്പെഷ്യൽ വണ്ടിയിലാണ് കേട്ടോ. ടുക് ടുക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ് ഇത്. നമ്മുടെ എക്സാക്റ്റ് ഒരു ഓട്ടോറിക്ഷയുടെ ഒരു വേറെ രൂപമാണ് കേട്ടോ. എന്താണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ നമുക്കൊരു പകുതി ഓപ്പൺ ആയിട്ടുള്ളൊരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിയിലാണ് നമ്മൾ ഇന്ന് ചൈന മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ എൻട്രൻസിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു സാധനം നമ്മുടെ കണ്ണിൽ പെട്ടത് കേട്ടോ. തായ്ലൻഡിൽ വന്നത് മുതൽ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഒന്നാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും അത്യാവശ്യം പോപ്പുലറാണ്. പക്ഷേ തായ്ലൻഡിൽ പോയി കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ ഡിമാൻഡ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കണ്ടതും നമ്മൾ ഓർഡർ ചെയ്തു. ആൻഡ് കഴിച്ച് നോക്കിയപ്പോഴാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ മാംഗോയുടെ കൂട്ടത്തിൽ നമ്മൾ ആ റൈസും പിന്നെ തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയായിരിക്കും കേട്ടോ. അതിന് 2 കളർ റൈസാണ് ഉണ്ടായിരുന്നത്, പർപ്പിൾ ആൻഡ് വൈറ്റ് കേട്ടോ. അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ ചൈന മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ചൈന മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. കൂടുതലും ഫുഡ് ഐറ്റംസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് ഡ്രസ്സസിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു 99% ഫുഡാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതുപോലെ നൈറ്റ് മാർക്കറ്റ്സിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു രസമാണ് കേട്ടോ. നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റം റിലേറ്റഡ് കാര്യങ്ങളും നമുക്ക് നൈറ്റാണ് കൂടുതലും ആക്റ്റീവായിട്ട് വരുന്നത് കേട്ടോ. അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പാട്ട്
കേട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു കേട്ടോ. ഒരു പ്രത്യേക രസം തന്നെ ആയിരുന്നു കേട്ടോ അത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അർത്ഥമൊന്നും അറിയില്ലെങ്കിലും അവർ പാടുന്നതും ആ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ഭയങ്കര ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ആ പാട്ടൊക്കെ കേട്ട് നമ്മൾ അവിടെ നിന്നതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് മാത്രമാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും, പിന്നെ കണ്ടാലും മനസ്സിലാവും കേട്ടോ. അങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു മൊത്തത്തിൽ ഒരു കിടപ്പുണ്ടായിരുന്നത്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വരാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഇതുപോലത്തെ സ്ട്രീറ്റുകൾ എന്നൊക്കെ പറയുന്നത്. അവരുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡുകളായിരിക്കും, പക്ഷെ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അതല്ലാത്തവർക്ക് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമായിട്ട് എനിക്ക് ഇതുപോലത്തെ മാർക്കറ്റുകൾ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പബ്ലിക്കായിട്ട് നമുക്കിതുപോലെ ലിക്കറുകളും അതുപോലെ തന്നെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. പക്ഷേ അതിൻ്റേതായ ഒരു നീറ്റ്നെസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട് കേട്ടോ. അത് ഏത് സ്ട്രീറ്റ് ആണെങ്കിലും നമ്മൾ സ്ട്രീറ്റ് ഫുഡുകളാണെന്ന് പറയുകയാണെങ്കിൽ പോലും പക്ഷേ ആ ഒരു സ്ഥലം അതുപോലത്തെ സറൗണ്ടിങ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര നീറ്റായിരിക്കും കേട്ടോ. സ്വന്തം ഫോട്ടോ വെച്ച് മാർക്കറ്റിംഗ് നടത്തുന്ന ഒരാളെ കണ്ടോ നിങ്ങൾ? അതാണ് ഇവിടുത്തെ കുറച്ച് പ്രത്യേകത എന്ന് പറയട്ടോ. നമുക്ക് ഭയങ്കര രസമായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ. അവിടെ നമുക്ക് ലൈവായിട്ട് ഇതുപോലെ ഫിഷസിനൊക്കെ പിടിച്ച് നമുക്ക് വേണ്ട പോലെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഫിഷസൊക്കെ അവിടെ കിടക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് അവരെടുത്ത് കുക്ക് ചെയ്ത് നമുക്ക് തരുവാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ല് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ പോയപ്പോൾ ഈ ഒരു ചക്കയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിൽ നിന്ന് വരുന്ന സ്മെല്ല് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചേച്ചി പാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കോക്കനട്ട് പാൻ കേക്കാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് ഉണ്ടാക്കുന്നത് കാണാനും ആ ഒരു റൗണ്ടിൽ അതിങ്ങനെ കിടക്കുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇന്നലെ വയറിന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കഴിച്ച് നമ്മുടെ ആ ഒരു പ്രശ്നം കൂടുതലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതുപോലത്തെ 1-2 ഷോപ്പുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഡ്രസ്സസ് ആണെങ്കിലും ഇതുപോലത്തെ ബാംഗിൾസ് അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ പോലും ഇവർ നമുക്ക് ആ ഒരു പ്രൈസ് പറഞ്ഞു തരുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. പറയുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ടായിരിക്കും അവർ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ട്രീറ്റിലൂടെ നടന്ന സമയത്ത് കുറച്ച് ഇതുപോലത്തെ ഡ്രസ്സസൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു ആനയുടെയും ഒക്കെ ഒരു പ്രിൻറ്റേഴ്സ് വരുന്ന കുറച്ച് ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതെല്ലാം ഒന്ന് നോക്കി അതിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. ഇപ്പോൾ ഈ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സ്ക്യൂഡ് എഗ് ഫ്രൈ ആണ് കേട്ടോ. ഫ്രൈഡ് സ്ക്യൂഡ് എഗ്ഗാണ്. സോ അത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള എൻ്റെ ഫേസ് എക്സ്പ്രഷനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ കുറച്ച് ചെറിയ ഡ്രസ്സസിൻ്റെ ഏരിയാസ് ഉണ്ടായിരുന്നു. 120 ബാത്തൊക്കെയാണ് ആ ഒരു പാൻറ്റിന് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ ഒരു തായ്ലൻഡിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെ പോയാലും നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ് ഈ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ പ്രൈസാണ് കേട്ടോ വരുന്നത്. 60 ബാത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു 150 ബാത്തായിരുന്നു. അത് ബിഗ് സൈസായിരുന്നു. പിന്നെ സ്മോൾ സൈസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വരുന്നത് ഒരു പാൻ കേക്ക് ഐറ്റംസ് പോലെയാണ് വരുന്നത്. നമുക്ക് സ്വീറ്റ് ഐറ്റംസ് ആണെങ്കിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഐറ്റംസ്. നമുക്ക് പല രീതിയിൽ നമുക്കത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെന്താണെന്നറിയോ? മുത്തുമാലകൾ പോലെ കോർത്ത് വെച്ചിരിക്കുന്നത് പോർക്ക് സോസേജ് ആണ് കേട്ടോ. കാണാൻ നല്ല അടിപൊളിയല്ലേ? എവിടെ വെച്ച് എപ്പോൾ കാണും എന്ന് വിചാരിച്ച് നടന്ന ആൾക്കാരെയാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തായ്ലൻഡിലെ ഏത് വീഡിയോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. നമുക്ക് ലൈവായിട്ട് ഇതുപോലെ സ്കോർപ്പിയോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് വെച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് അത് കാണുമ്പോൾ വരുന്നില്ല. എന്നാലും കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കണ്ട്, എന്തായാലും കണ്ടതല്ലേ, കുറച്ച് നേരം കണ്ട് ഇരുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ എത്ര നടന്നു കഴിഞ്ഞാലും ഈ ഒരു സ്ട്രീറ്റ് എൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ട്രീറ്റിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടികൾ പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത് പൈസ വാങ്ങുന്നത് കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. എവിടെ പോയാലും ഇതുപോലത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഈക്വലായിട്ട് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഭിക്ഷ യാചിക്കുന്നവരാണെങ്കിലും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് ചൈന മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ കേട്ടോ. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നമുക്കൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. വെറൈറ്റി ഓഫ് ഫുഡുകൾ, വെറൈറ്റി ഓഫ് പ്രിപ്പറേഷൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കേട്ടോ. Thailand tuk tuk 100 Thailand sale 100 Thailand tuk tuk 100 baht
Thailand, Thailand. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ദിവസം നമ്മൾ എൻഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ പോയി ഫ്രഷായി കിടന്നുറങ്ങി. സോ നമ്മൾ നെക്സ്റ്റ് ഡേ പോകുന്നത് മറ്റൊരു സ്ഥലത്തോട്ടാണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സോ തായ്ലൻഡിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.